എത്ര മഹത്വങ്ങൾ, എത്ര പുണ്യങ്ങൾ, എത്ര നന്മകൾ, ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന എത്ര വിഷയങ്ങൾ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ, അള്ളാഹുവിനുള്ള റുബൂബിയത്തിൽ, അള്ളാഹുവിനുള്ള ആരാധനയിൽ, അള്ളാഹുവിൻ്റെ രക്ഷാകർതൃത്വത്തിൽ എന്തെങ്കിലും തനിക്ക് അവകാശപ്പെടുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ച് എന്തെങ്കിലും തന്നെക്കുറിച്ച് ആളുകൾ വെച്ച് പുലർത്താൻ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കട്ടായമാണ്. ഇന്ന് ആളുകൾ ചിലരുടെ മഹത്വം പറഞ്ഞ് അള്ള പടച്ചോൻ എന്നതുപോലെ ഇവരും പടച്ചോനാണ് എന്ന് പറയാൻ മാത്രം ആളുകൾ ധൈര്യം കാണിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തീർത്തും പേർത്തും വായിക്കേണ്ട, സൂക്ഷ്മമായി വായിക്കേണ്ടത്. ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്നു മുതൽ ഇന്നോളം വെച്ച് പുലർത്താത്ത വിശ്വാസങ്ങൾ, വിചാരങ്ങൾ, എങ്ങനെയാണ് ഉടുതുണി നേരെ ഉടുക്കാൻ അറിയാത്ത, ഉടുത്ത വസ്ത്രം നേരെ ചൊവ്വേ ഉടുക്കാൻ അറിയാത്ത, മാനസിക വിഭ്രാന്തിയിലും പ്രയാസത്തിലും കഴിഞ്ഞ ആളുകൾ വിശ്വസിക്കുക, വെച്ച് പുലർത്തുക എന്നുള്ളത് നമുക്ക് ചോദിക്കാനും അളക്കാനും അതൊരവസരമാണ്.